കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ ചപ്പാരപ്പടവ് ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് കൃഷിദർശൻ പറയുന്നത്. ശ്രീ ആമീൻ. ആമീൻ എന്നാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം. എന്നാൽ ആമീൻ ഇത്തവണ വിശ്വസ്തതയും കൂറും പുലർത്തിയത് മുയൽക്കുട്ടന്മാരോടായിരുന്നു. ആമീൻ്റെ ഗുൽഷാൻ എന്ന ഉദ്യാനത്തിൽ മുയൽ കൂടാരത്തിൻ്റെയും അതിലെ മുയൽക്കുട്ടന്മാരുടെയും കഥയാണ് ഇന്ന് കൃഷിദർശൻ അനാവരണം ചെയ്യുന്നത്. കാണാം. അമ്മേനെ ഗുൽഷാൻ എന്ന് വെച്ചാൽ എന്താ? വീട്ടുപേര് ഗുൽഷാൻ എന്നാണെന്ന്. അത് പൂന്തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ജ്യേഷ്ഠന് അതിനോടുള്ള ഒരു ഉറുദുവിനോടുള്ള ഒരു പ്രേമം കൊണ്ടാണ് ആ ഒരു പേരിട്ടത്. ആ പേരിട്ടല്ലേ? അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാലേ അമ്മിനിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സ്. 30 വയസ്സുള്ള ഒരു ഇപ്പം എന്തുവരെ പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു. 30 വയസ്സുള്ള ഒരു പ്രീ ഡിഗ്രിക്കാരൻ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു മുയൽ കൃഷിയുടെ കാര്യത്തിലേക്ക് വരാൻ? ഞാൻ പ്രവാസിയായിരുന്നു. ഞാൻ 5-8 വർഷം സൗദിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് പോകുന്ന സമയത്ത് തന്നെ എനിക്കിതിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അത് ഇട്ട് വന്ന് ഇത് എന്താ സംഭവിക്കുക എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വന്ന് ഉടനെ തന്നെ ഇതിനോടുള്ള പ്രേമം കൊണ്ട് ഞാൻ ഓടി നടക്കുമായിരുന്നു. ഞാൻ പല ഫാമുകളും സന്ദർശിച്ചു. അതുപോലെ പൂനെയിലും അങ്ങനെ ഹരിയാനയിൽ ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും ഞാൻ ഫാം കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ നമ്മളെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന 2 ഇനത്തിനെ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ കൊടൈക്കനാൽ ഫാമിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരായിരുന്നു. ഞാൻ വിൽപ്പനയ്ക്കായിട്ട് പ്രത്യേകം. അതെ അതെ, അങ്ങനെയാണ് ഇവിടെ സജ്ജീകരിച്ചത്. അതെ അതെ അതെ. എന്താണ് അതിൻ്റെ ഒരു തന്ത്രം? എന്താണ്? അല്ല, അത് ബ്രീഡിങ് സ്റ്റോക്കായിട്ട് ടച്ച് ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ വേറെ തന്നെ, അതിന് വേറെ തന്നെ കെയറും നന്നായിട്ട് തീരെ ചൂട് ഏൽക്കാത്ത രീതിയിൽ ആണ് അത് ആ ഷെഡ് ഞാൻ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ ശരിക്കും ആമീന് ഒരു മാതൃകയായത് ഏത് ഫാമാണ്? എന്ത് കണ്ടിട്ടാണ് ഇത് തുടങ്ങിയത്? ഞാൻ ടെലിവിഷനിലാണ് ഞാൻ ഈ ഫാം ആദ്യം കാണുന്നത്. ടെലിവിഷനിൽ കണ്ടിട്ടാണ്, ഞാൻ ഗൾഫിൽ നിന്ന് കണ്ടിട്ടാണ് ഇതിനോട് ശരിക്കൊരു ഇത് തോന്നിയത് എനിക്ക്. അത് അന്ന് എനിക്ക് മുയലിനോട് തന്നെ ക്രേസ്. ഞാൻ അന്ന് ഏതോ ഫാമെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതൊരു ഫാമിനെ കുറിച്ച് അന്ന് ടെലിവിഷനിൽ മുയലിനെ കുറിച്ച് തന്നെ വന്നത്. ഈ മുയൽ ഫാം നടത്തുന്നതിൽ ഒരു ലാഭം എന്താ? അതിൻ്റെ ഒരു കണക്ക് എങ്ങനെ? ലാഭം എന്ന് പറഞ്ഞാൽ ഒരു മുയലിന് 2 മാസം കൊണ്ട് 2500 രൂപ. 2500 രൂപ 2 മാസം കൊണ്ട് 2500 രൂപ നമുക്ക് തരാൻ പറ്റും. ആവറേജ് ഒരു 6-7 കുഞ്ഞുങ്ങൾ. എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഒരു കുഞ്ഞുങ്ങളെ ഇത് അനുസരിച്ച് തന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കണക്കാത്. ഇപ്പോൾ കുഞ്ഞിനെയൊക്കെ ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? കുഞ്ഞിനെ ഒരെണ്ണത്തിന് 400 രൂപ വെച്ച് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ കൊടുക്കുന്നത്. അത് തന്നെ ബുക്കിംഗ് കുഞ്ഞുങ്ങൾക്ക് ബുക്കിംഗ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളെ തേടി വരുന്ന ആവശ്യക്കാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? അത് പിന്നെ വലിയ ഫാമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ പെറ്റ്സ് ആയിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നു. എല്ലാ രീതിയിലുള്ളവരും വരുന്നുണ്ട് ഇവിടെ. ഈ ഇപ്പം തന്നെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡ് വൈറ്റ് ഉണ്ട്, സോവിയറ്റ് ചിഞ്ചിലയുണ്ട്, അതെ, ഗ്രേ ജയൻ്റ് ഉണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള മുയലുകളുണ്ട്. ഇതിൽ ഒരു പക്ഷേ ബ്രീഡിങ്, അതായത് പ്രജനനത്തിന് ഏറ്റവും യോജിച്ച മുയൽ ഏതാ? വൈറ്റ് ജയൻ്റാണ്. വൈറ്റ് ജയൻ്റ് ആണ് എനിക്ക് കുറച്ചൊരു നന്നായിട്ട് തോന്നുന്നത്. ചിഞ്ചിലിനേക്കാളും കുറച്ച് നന്നായിട്ട് തോന്നുന്നത്. ഗ്രോത്തിലാണെങ്കിലും
പിന്നെ ബ്രീഡിങ്ങിനാണെങ്കിലും മതിലക്ഷണം കാണിക്കുന്നതൊക്കെ പെട്ടെന്ന് വൈറ്റ് ജയൻ്റാണ്. അതെ. ഇപ്പോൾ ഈ മുയലിനെ സംബന്ധിച്ചിടത്തോളം പലരും പരാജയപ്പെട്ടു പോകുന്നത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു. അതുപോലെ തന്നെ അത് വേണ്ടത്ര വലിപ്പത്തിലേക്ക് എത്തുന്നില്ല, വേണ്ടത്ര ഭാരം എത്തുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ആമീൻ ശ്രദ്ധിക്കുന്നത്? അത് കുഞ്ഞുങ്ങളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബ്രീഡിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇപ്പോൾ മുയലിനെ വളർത്തുന്ന പലരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുയലിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉടനെ തന്നെ ചത്തുപോകുന്നു. അതെ. അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ വേണ്ടത്ര ഭാരം വെക്കുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികളാണ് പൊതുവെ കേൾക്കാറുള്ളത്. അതെ. അപ്പോൾ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി ആമീൻ എന്താ ചെയ്യുന്നത്? അത് ഈ നല്ലൊരു ബ്രീഡിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതായത് വളരെ ഇപ്പോൾ ഒരുപാട് ഫാമുകളുണ്ട്. ആ ഫാമുകളൊക്കെ ഒരു ബിസിനസ് എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പൈസ കിട്ടിയാൽ മതി. അവർ മറ്റുള്ളവർ കർഷകർ എന്താണെന്നോ അതിൽ ലാഭം കിട്ടുന്നുണ്ടോ നഷ്ടമാണോ ഒന്നും അന്വേഷിക്കുന്നില്ല. എനിക്ക് ഇന്നുകൊണ്ട് ഇത് നിർത്തി പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയവർ ആരും ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ ഏറ്റവും പ്രധാനം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല അമ്മ കിട്ടുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് വളരെ നഷ്ടത്തിൽ തന്നെയാണ്. പലവരും മുയലിനെ എടുത്തിട്ട് നഷ്ടത്തിലേക്ക് പോയതിൻ്റെ ഇത് തന്നെ പല ഫാമേഴ്സും ഇതൊരു വാണിജ്യവൽക്കരിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് നഷ്ടത്തിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് പൈസ കിട്ടിയാൽ മതി. കൊണ്ടുവന്ന് ബ്രീഡിങ് സ്റ്റോക്ക് തന്നെ വലിയൊരു മുയലിനെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചത്തുപോകുന്ന പല ഫാമേഴ്സും എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വിജയിച്ചവരുണ്ട് അതിൽ നിന്ന്. ഇപ്പോൾ ഏറ്റവും നല്ല ബ്രീഡിംഗ് സ്റ്റോക്കാണ് ആമീൻ്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ് ഫാം കൊടൈക്കനാൽ എന്നാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഫാമിൻ്റെ ഒരു ദിനചര്യ, അതായത് രാവിലെ എഴുന്നേറ്റൽ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആമീൻ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചൊന്ന് വിശദീകരിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന മുഴുവൻ മുയലോളി ഒന്ന് ശ്രദ്ധിക്കുന്നത്, മൊത്തം ഒന്ന് നോക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞാൻ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. തീറ്റ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒന്നും കൂടെ ഒന്ന് നോക്കി ഏതെങ്കിലും തീറ്റ കഴിക്കാത്തതുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പിന്നെ അതിനെ ശ്രദ്ധിക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മൊത്തം മുഴുവനായിട്ടൊന്ന് കൂടും, അടിഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. പിന്നെ ഏതെങ്കിലും മരുന്ന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ സമയത്താണ് മരുന്ന് കൊടുക്കുന്നത്. ആൻറ്റിബയോട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, ആ സമയത്ത് മരുന്ന് കൊടുത്ത് പിന്നെ ഉച്ച സമയം ഒരു 12:30 ഒരു മണി സമയത്ത് അതിനുള്ള പച്ച പുല്ല് അല്ലെങ്കിൽ ഇലയാണെങ്കിൽ ഇല അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആണ്. പിന്നെ വൈകിട്ടൊരു 5:30-6 മണിയാകുമ്പോൾ പിന്നെയും പെല്ലറ്റ് രാവിലെ കൊടുത്തതിൻ്റെ അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മുയലിന് കൊടുക്കേണ്ടത് ഒരു 100 ഗ്രാം പെല്ലറ്റാണ് കൊടുക്കുന്നത്. 100 ഗ്രാം 150 ഗ്രാം. അതിൽ രാവിലെ അതിൻ്റെ ഒരു 40% കൊടുക്കും, വൈകിട്ട് അതിൻ്റെ 60% പെല്ലറ്റ് കൊടുക്കും. ഇപ്പോൾ ഈ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മുയലിനെ സംബന്ധിച്ചിടത്തോളം വൃത്തി വളരെ പ്രധാനമാണ്. അതെ. അപ്പോൾ ഈ വൃത്തിയുടെ കാര്യങ്ങളിൽ നമ്മുടെ ഫാമിൽ എന്താണ് ശ്രദ്ധിക്കുന്നത്? അമീൻ എന്താ പ്രത്യേക ശ്രദ്ധ എന്താ? ഞാനൊരു 2 മാസം കൂടുമ്പോൾ എന്തായാലും കൂട് ഇത് കരിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 15 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്മായിട്ട് അടിയൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ മുകളിൽ കുമ്മായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പിന്നെയുള്ള അത് തന്നെ. പിന്നെ എന്തെങ്കിലും അങ്ങനെ വേസ്റ്റും ഇതൊന്നും കച്ചറൊന്നും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടാറില്ല. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഉദാഹരണമായിട്ട് പ്രജനന മുയലുകൾ, അതായത് നല്ല ആൺമുയലും നല്ല പെൺമുയലും നല്ലൊരു മാതൃശേഖരം, അതിനെ ഈ ബ്രീഡിങ് അതായത് യഥാർത്ഥ പ്രജനന പ്രക്രിയ നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകം തീറ്റ മറ്റും കൊടുക്കാറുണ്ട്? ഒന്നുമില്ല. ഞാൻ തീറ്റ ഇത് തന്നെയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുയലുകൾ തീറ്റ വളരെ കുറവായിരിക്കും. പക്ഷേ എല്ലാവരും പറയുന്നത് കൂടുതൽ തീറ്റ കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ കഴിക്കൽ കുറവായിരിക്കും. ക്ഷീണവും കിടപ്പും അങ്ങനെയൊക്കെ ആയിരിക്കും. പ്രസവിച്ചൊരു 4-5 ദിവസങ്ങൾ കൊണ്ടാണ് നന്നായിട്ട് ഫീഡ് കഴിക്കാൻ തുടങ്ങുന്നത്. ഈ നല്ലൊരു പ്രജനന ജോഡിയെ, നല്ലൊരു ആൺമുയലിനെയും നല്ലൊരു പെൺമുയലിനെയും എങ്ങനെ തിരഞ്ഞെടുക്കും? അത് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മുയലിൻ്റെ കാര്യത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അമ്മയുടെ മാതൃശേഖരം നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഫാമിലും അതിനുള്ള സൗകര്യമില്ല. പിന്നെ ഇത് നമ്മൾ ഫാമിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് അതിനെ മനസ്സിലാക്കി അത് മോശമാണെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കുക എന്നല്ലാതെ വേറെ ഇതൊന്നും അതിൽ ഇല്ല. ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന ഒരു മുയൽ, അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക പരിരക്ഷയുണ്ടോ? അല്ലെങ്കിൽ പ്രസവ ശേഷം എന്ത് പരിരക്ഷയാണ് നൽകുന്നത്? ഇല്ല, അങ്ങനെ ഒരു പരിരക്ഷയൊന്നുമില്ല.
അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ല. എനിക്ക് ഉള്ള ജോലി എന്ന് വെച്ചാൽ അതിൻ്റെ ഡേറ്റ് കറക്റ്റ് ഞാൻ എഴുതി വെക്കും, മേറ്റ് ചെയ്ത് ഡേറ്റ് എഴുതി വെക്കും. അതുപോലെ പിന്നെ ഡേറ്റ് എഴുതി വെച്ച് ആ ഡേറ്റ് കറക്റ്റ് ആകുന്ന ദിവസം ഞാൻ അതിനകത്തൊരു നെക്സ്റ്റ് ബോക്സ് വെച്ച് കൊടുക്കും. ചകിരി ശരിക്കും നല്ല ഇത് ചെയ്ത് ചകിരി അതിനകത്ത് ഇട്ട് കൊടുക്കും. അത്ര തന്നെ, വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല. ഞാൻ കുഞ്ഞുങ്ങളെ നോക്കൂ, എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് മാത്രം നോക്കൂ, അത്രയല്ല, വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല. അത് എല്ലാം പാലും കൊടുത്ത് നല്ല ഉഷാറായ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. ഈ അമീൻ്റെ ഈ ഫാമിൽ അതെ സന്ദർശകർ വരാറുണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ ഇന്ന് തന്നെ 4 വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് തീർന്നിട്ടുമില്ല. അപ്പോൾ അവരോടൊക്കെ ആമീൻ എന്ത് ഉപദേശമാണ് നൽകുന്നത്? ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, എൻ്റെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾ ബ്രീഡിംഗ് സ്റ്റോക്കിനെ നിങ്ങൾ എടുക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കണം. അവിടെ ഇവിടെയും പോയിട്ട് പിന്നെ ഓരോ ഫാമിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഇതിനോട് ക്രേസ് കയറിയിട്ട് നിങ്ങൾ ആരും മുയലിനെടുക്കരുത്. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ മുയലിനെടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. ഇപ്പോൾ ബ്രീഡിംഗ് സ്റ്റോക്ക് അമീൻ്റെ ഇന്ന് ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ, അതെ, കുഞ്ഞുങ്ങൾക്ക് 400 രൂപയാണെന്നോ, അതെ, ഒരു ബ്രീഡിംഗ് സ്റ്റോക്ക് മെയിൽ ആണിനെയും പെണ്ണിനെയും വാങ്ങിക്കുകയാണ്, ഒരു ബ്രീഡിംഗ് സ്റ്റോക്ക് ആണിനെയും പെണ്ണിനെയും വാങ്ങിക്കുകയാണ്, എത്ര രൂപയാവും? 800 രൂപ ഞാൻ കൊടുക്കുന്നത്. ഒരു ബ്രീഡിംഗ് സ്റ്റോക്ക്, ഒരു മെയിൽ ഫീമെയിൽ, അത് കുഞ്ഞുങ്ങളെ തന്നെ കൊടുക്കുന്നത്. ഈ 2.5 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ അടുത്ത് വളരാറില്ല. കാരണം അപ്പോഴേക്ക് തന്നെ ആൾക്കാർ ബുക്കിങ്ങും ഇതും, അല്ലെങ്കിൽ പെറ്റ്സൈറ്റെങ്കിലും കൊണ്ടുപോകും. വലിയതുണ്ടെങ്കിൽ പെറ്റ്സൈറ്റെങ്കിലും 2.5-3 മാസത്തിനപ്പുറം നിൽക്കാറില്ല. ഈ മുയലിൽ വലിയൊരു പ്രശ്നം പലരും കർഷകരും പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു അന്തർപ്രജനനം, അതായത് അടുത്ത രക്തബന്ധമുള്ള മുയലുകളെ ഇണ ചേർക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ട്. അതൊക്കെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഞാൻ. എനിക്കിവിടെ 15 മെയിൽസ് ഉണ്ട്, 15 മെയിലുണ്ട്, ഇത്രയും ബ്രീഡിങ് ഫീമെയിൽസിന്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ നമ്പറിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഇന്നതിൻ്റെ കുഞ്ഞാണ്, ഇത്ര നമ്പറിൻ്റെ കുഞ്ഞാണ്, ഇത് ഫീമെയിൽ ഇത്ര നമ്പറാണ്, എല്ലാം ഞാൻ കറക്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് റിലേഷൻ വരുന്നതല്ല. ഇപ്പോൾ ഏതാണ്ട് 150ഓളം വരുന്ന മാതൃശേഖരമുണ്ട്. അതെ, ഏതാണ്ട് അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ ഫാം ഇനി ഏത് തരത്തിൽ വികസിപ്പിച്ചെടുക്കണമെന്നാണ് ആമീൻ്റെ ഒരു ആഗ്രഹം? എനിക്കിത് ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പോഴന്നെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ആണെങ്കിൽ മീറ്റിന് ഒരുപാട് ഓർഡർ, കല്യാണ ഓർഡറും അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് തന്നെ കിട്ടാത്തതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ ഒക്കെ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ട് 1-2 പ്രാവശ്യം ഇറച്ചികളിൽ. അതെ, മീറ്റിനുള്ളത് വേണ്ടിയിട്ട്. അപ്പോൾ ആ തരത്തിലൊരു ഒരു വികസന സാധ്യതയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ളൊരു പ്ലാൻ ഉണ്ടല്ലേ? ഉണ്ട്. അത് തന്നെയാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കൃഷിദർശൻ പരിപാടി വീക്ഷിക്കുന്നത്. അപ്പോൾ അവരോട് ആമീൻ്റെ ഒരു കൃഷിയോട് താല്പര്യമുള്ള, മുയൽ കർഷകരാകാൻ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാവും. അവരോട് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം? നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ബ്രീഡിനെ തിരഞ്ഞെടുക്കുക. അതുപോലെ പിന്നെ നല്ലൊരു, അതായത് ചെറിയൊരു രീതിയിൽ തുടങ്ങാതിരിക്കുക. ചെറിയൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് 28 പാരന്റ് സ്റ്റോക്കിലാണ്. അന്ന് തന്നെ എനിക്ക് ഓർഡർ കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിലെങ്കിലും തുടങ്ങുക. ആവശ്യക്കാർക്ക് സാധനം നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കുക. പിന്നെ അന്തപ്രജനനം ഒഴിവാക്കിയിട്ടുള്ള കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ആരും പിന്നെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ളൊരു രീതിയിലേക്ക് ഇതിനെ കാണാതെ ഒരു കൃഷി എന്നുള്ള രീതിയിൽ ഇതിനെ കാണുക. പിന്നെ വരുന്നവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് ഉദ്ദേശം. വളരെ നന്ദി. താങ്കളുടെ ഈ ഗുൽഷൻ എന്ന ഉദ്യാനത്തിൽ അനേകായിരം മുയലുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ആമയും മുയലുമായുള്ള ഓട്ടക്കഥയിൽ വേഗത്തിലോടി തളർന്നത് മുയലുകളാണ്. എന്നാൽ ഇവിടെ മുയൽക്കുട്ടന്മാർ തളരുന്നില്ല. കാരണം അവ ഓടുന്നത് ആമീനോടൊപ്പമാണ് എന്നത് തന്നെ. ഈ കഥ മാതൃകയാക്കാം. മറ്റൊരു വിജയകഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളമ്പ് രോഗം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കാലികൾക്ക് കുളമ്പ് രോഗം ബാധിച്ച് കനത്ത സാമ്പത്തിക നഷ്ടം നേരിടുന്ന ക്ഷീര കർഷകർക്ക് മൃഗസംരക്ഷണ വകുപ്പ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. രോഗം ബാധിച്ച് മരിച്ച പശുക്കൾക്ക് 20,000 രൂപയും കിടാരികൾക്ക് 12,000 രൂപയും പശുക്കിടങ്ങൾക്ക് 7,000 രൂപയും സാമ്പത്തിക സഹായമായി ഉടമസ്ഥർക്ക് ലഭിക്കും. നിലവിൽ രോഗം ബാധിച്ച ഉരുക്കൾക്ക് 4 ചാക്ക് കാലിത്തീറ്റ സൗജന്യമായി ലഭിക്കും. ആനുകൂല്യങ്ങൾക്കായി പ്രത്യേകം അപേക്ഷകൾ മൃഗാശുപത്രിയിൽ സമർപ്പിക്കണം. സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലും അപേക്ഷകൾ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ വെറ്റിനറി സർജന്റെ ശുപാർശയോടുകൂടി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നൽകണം. സംസ്ഥാനത്ത് ഇതുവരെ 1/2 കോടി രൂപയുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കുളമ്പ് രോഗ നഷ്ടത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തതായി മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കുന്ന വെജിറ്റബിൾ ഇനിഷ്യേറ്റീവ് ഫോർ അർബൻ ക്ലസ്റ്റർ പദ്ധതി അനുസരിച്ച് ഈ മാസം 20-ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പള്ളിച്ചൽ സംഗമത്രി ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ആധുനിക കൃഷിരീതികളെപ്പറ്റിയും ജൈവ പച്ചക്കറി കൃഷിയെക്കുറിച്ചും കർഷകർക്കുള്ള സംശയങ്ങൾക്ക് സെമിനാറിൽ ശാസ്ത്രജ്ഞന്മാർ മറുപടി നൽകും. ഉത്തരേന്ത്യയിലെ പ്രധാന കാർഷിക വിളയായ ഉള്ളി നമ്മുടെ നാട്ടിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രം നടത്തിയ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. അഗ്രി ഫൗണ്ട് ഡാർക്ക് റെഡ്, ഇൻഡാം 1, N53 എന്നീ ഉള്ളികളാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഇനങ്ങൾ. തൈകൾ നട്ട് 3.5 മാസം പ്രായമാകുമ്പോൾ ഉള്ളി വിളവെടുക്കാം. 1 സെന്റ് സ്ഥലത്ത് നിന്ന് 30 കിലോ വരെ വിളവ് പ്രതീക്ഷിക്കാം. ഉള്ളിത്തൈകൾ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലും വിത്ത് പാലക്കാട് നാഷണൽ സീഡ്സ് കോർപ്പറേഷനിലും ലഭ്യമാണ്. തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ഫോൺ നമ്പർ 0487-237-5855. പാലക്കാട് നാഷണൽ സീഡ്സ് കോർപ്പറേഷന്റെ ഫോൺ നമ്പർ 0491-256-6414. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കാർഷിക മേള ഡിസംബർ 26 മുതൽ 2014 ജനുവരി 4 വരെ തൊടുപുഴ ന്യൂമാൻസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ജൈവ കർഷകർക്ക് 2 ലക്ഷം രൂപയും കർഷക തിലക് അവാർഡും നൽകി ആദരിക്കും. മേളയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ, എക്സിബിഷനുകൾ, സെമിനാറുകൾ എന്നിവയും ഉണ്ടാകും. ടിഷ്യൂ കൾച്ചർ വാഴകൃഷിക്ക് ചെലവിന്റെ 50% പരമാവധി 41,602 രൂപ ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകും. നടീൽ വസ്തുക്കൾ വാങ്ങുന്നതിനും സംയോജിത വളപ്രയോഗം, സംയോജിത കീടരോഗ നിയന്ത്രണം തുടങ്ങിയവയ്ക്കാണ് ധനസഹായം നൽകുന്നത്. 2 തവണയായിട്ടാണ് ധനസഹായം ലഭ്യമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുകളുമായോ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471-233-8507. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മികച്ച കർഷകർക്ക് സംസ്ഥാന തലത്തിൽ അവാർഡുകൾ നൽകുന്നു. ഏറ്റവും മികച്ച ക്ഷീര കർഷകൻ, സമ്മിശ്ര മൃഗസംരക്ഷകൻ, പൗൾട്രി കർഷകൻ, യുവ കർഷകൻ, വനിതാ സംരംഭക എന്നിവർക്കും ജില്ലാതലത്തിൽ മികച്ച ക്ഷീര കർഷകനും സമ്മിശ്ര മൃഗസംരക്ഷകനുമാണ് അവാർഡുകൾ നൽകുന്നത്. മികച്ച ക്ഷീര കർഷകനും സമ്മിശ്ര കർഷകനും 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും. അപേക്ഷകൾ സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ 2014 ജനുവരി 10-ന് മുമ്പായി മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. പത്തനംതിട്ട തുമ്പമണിലെ മാവറ പുഞ്ചപ്പാടത്ത് 3ഓളം പാടശേഖരങ്ങളിൽ നെൽകൃഷി ഇറക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ 200ഓളം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഹെക്ടറിന് 100 കിലോ നെൽവിത്ത് സൗജന്യമായി പാടശേഖര സമിതികൾക്ക് നൽകും. കൂടാതെ 1 ഹെക്ടറിന് 3,000 രൂപ എന്ന കണക്കിൽ വളത്തിന് സബ്സിഡിയും ലഭിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാൻ തുമ്പമൺ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 15,300 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 14,550 രൂപ, വെളിച്ചെണ്ണ 10,200 രൂപ, കൊപ്ര 7,300 രൂപ, കുരുമുളക് കിൻഡലിന് 52,400 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ, ജാതിക്ക തൊണ്ടില്ലാത്ത കിലോയ്ക്ക് 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 52,400 രൂപ, അൺഗാർബിൾഡ് 50,400 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി. കൊപ്ര കോഴിക്കോട് 7,300 രൂപയും തളിപ്പറമ്പിൽ 6,200 രൂപയും കാസർഗോഡ് 6,700 രൂപയും വില രേഖപ്പെടുത്തി. വെളിച്ചെണ്ണ കണ്ണൂരിൽ 11,133 രൂപയും
കോട്ടയത്ത് 10,600 രൂപയും ആലപ്പുഴയിൽ 10,000 രൂപയും വില രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില: കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 21. കൊച്ചി 32.8, 19.8. ആലപ്പുഴ 31.3, 21.4. പുനലൂർ 31.2, 18.6. തിരുവനന്തപുരം കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.